കാണിച്ചേ പിണറായിക്കൊരു 10 കൊല്ലം മുമ്പ് നിങ്ങളൊരു ആഡംബര വീട് കൊടുക്കുക. എന്നിട്ട് പിണറായിക്ക് കട്ടിലിപ്പിടല്ലേ നിങ്ങൾ കൊടുത്തുള്ളൂ. 10 കൊല്ലം മുമ്പല്ലേ നിങ്ങൾ പിണറായിക്ക് ഒരു ആഡംബര വീട് കൊടുത്തത്. അതിലേക്ക് ഒരു കട്ടിലിട്ട് കൊടുക്കാൻ നിങ്ങൾ എത്ര കാലം എടുത്തു? കമല ഇന്റർനാഷണൽ കൊടുത്തിട്ട് അങ്ങോട്ട് ഒരു ഇത് ഇപ്പോഴല്ലേ നിങ്ങൾ കൊടുക്കണേ? കോടതി ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചിട്ടേ ഇല്ല സ്ത്രീ പ്രവേശനത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഞങ്ങൾ നേരത്തെ അഫിഡാവിറ്റ് കൊടുത്ത് നിങ്ങൾ ചാനലുകാർ ചോദിച്ചിട്ടാണോ? കോടതി ചോദിച്ചു. ഇപ്പൊ കോടതി എന്താണ്? നിങ്ങളത് വായിച്ചു പഠിക്കേ. 7 പ്രശ്നങ്ങൾ ഇന്നത് പത്രങ്ങൾ വായിച്ചാലും മനസ്സിലാവും. ഇതുവരെ ഇല്ലാത്തതായിരുന്നു പത്രങ്ങളിട്ടുണ്ട്. നിങ്ങൾ ഭരണഘടന അനുസരിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി പറയുന്നു ഭരണഘടനയിൽ 7 പ്രശ്നങ്ങൾ വ്യക്തത വരുത്തിയാൽ ഇപ്പൊ സർക്കാരിന് ഉത്തരവെടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? സ്ത്രീ പ്രവേശനത്തിൽ ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഉത്തരം പറഞ്ഞോണം. സ്ത്രീ പ്രവേശനത്തിൽ സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ അധികാരമുണ്ടോ ഇല്ലയോ? 7ാമത്തെ പോയിന്റ് എന്താ? 7ാമത്തെ പോയിന്റ് എന്താ? ഈ ക്വസ്റ്റ്യനിൽ 6, 7 പോയിന്റ് എന്താ? കോടതിക്ക് പോലും ആചാരപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? ഈ ചോദ്യം സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളിതാ ഗവൺമെന്റിന് അധികാരമുണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാ നിങ്ങൾ നിലപാട് ഇതാണ്. നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? ഇതൊറ്റ പ്രശ്നമാണ് നിലപാട്. സുപ്രീം കോടതി പറയുകയാണ് ഇന്ത്യയിലെ നീതിപീഠത്തിന് ആചാരപരമായ വിഷയങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? നീതിപീഠത്തിന് അധികാരമുണ്ടോ എന്ന സംശയം നീതിപീഠം തന്നെ ഉന്നയിക്കുമ്പോൾ ഗവൺമെന്റ് നീതിപീഠത്തിന് മുകളിലാണ്. ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഞങ്ങൾ ഇതാ മലയാള മനോരമ, ഏഷ്യാനെറ്റും ചാനലുകാർ എല്ലാവരും ഒന്നിച്ച് ചോദിച്ചുകൊണ്ട് ഇതൊരു നിലപാട്. ഞങ്ങൾക്ക് എവിടെ അധികാരം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. സുപ്രീം കോടതി ഉറപ്പല്ലേ? സുപ്രീം കോടതി അല്ലേ 141 എന്താ സുപ്രീം കോടതി എന്താ? ഞാൻ ചോദിച്ച ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? സുപ്രീം കോടതി പരിശോധിക്കും. അത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ 7 ചോദ്യങ്ങളൊന്ന് 7 ചോദ്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. അവിടെ ചെവി പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് ചോദിക്കേ. 7 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. 7 ചോദ്യങ്ങളിൽ ഒന്ന്, ഇത് കേക്ക്, 7 ചോദ്യങ്ങളിൽ ഒന്ന്, കോടതിക്ക് പോലും ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ? ഇതാണ് അഡ്രസ് ചെയ്യുന്ന പ്രശ്നം. കോടതിക്ക് പോലും അധികാരമില്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന് അധികാരം ഉണ്ടാകുമ്പോ ഇപ്പൊ അവിടെ വന്നില്ലേ? കോടതിയുടെ അഭിപ്രായം വന്നിട്ടില്ലേ? നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഇത് രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. അഭിപ്രായം പറഞ്ഞു. അതെ, നിലപാട് ഇപ്പൊ എന്താ ചോദിച്ചേക്കണേ ബീന കോടതി ഞങ്ങളോട്? അല്ല ബീനയുടെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഏത് വിഷയത്തിലാന്ന് പറ. ഏത് വിഷയം എന്ന് പറ. കോടതി ഇപ്പൊ എന്താ പറഞ്ഞേ? ശബരിമല സ്ത്രീ പ്രവേശന വിഷയം മാത്രമല്ല, കുറെ കേസുകൾ കോടതി പരിഗണിക്കുന്നുണ്ട്. ആ കേസുകളുടെ റിവ്യൂ എടുക്കണോ വേണ്ടയോ? ഇപ്പൊ ആധാർ കേസ് വന്നില്ലേ? ആധാർ കേസ് വന്നപ്പോ എന്ത് പറഞ്ഞു? ഭരണഘടനാ പ്രശ്നം ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ. അവർ പരിശോധിച്ച് വന്നതിന് ശേഷമാണ് ആധാറിലേക്ക് എത്തിയത്. ഇവിടെ ഈ 7 ഞാൻ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാ. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. കോടതിക്ക് പോലും സ്ത്രീയെ പ്രവേശനം വേണോ വേണ്ടയോ, ഇവിടെ മാത്രമല്ല പല ക്ഷേത്രങ്ങൾ പള്ളികളൊക്കെ ഉണ്ട്, വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ആചാര കാര്യങ്ങളിൽ കോടതിക്ക് പോലും ഇടപെടാൻ അവകാശമുണ്ടോ എന്ന് ഭരണഘടനാ ബെഞ്ച് വാദം കേട്ട് തീരുമാനിക്കാൻ പോവാ. അപ്പൊ പിന്നെ സർക്കാരിനല്ല കോടതി എന്തെങ്കിലും നിങ്ങൾ തീരുമാനിക്കും. ഇവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ അധികാരമുണ്ട്, ഇതാ ഞങ്ങളുടെ നിലപാടെന്ന് ഇപ്പൊ പറഞ്ഞാൽ കോടതിക്കെതിരായി പോവില്ലേ? അത് ഞങ്ങൾ പറയും. ആ നിലപാട് മുമ്പ് അവരെ കേട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്ന ആ സമയത്ത് സർക്കാർ സ്വീകരിച്ചൊരു നിലപാടുണ്ട്, അനുകൂല സമീപനം. ആ എന്ത് നിലപാടായിരുന്നു ആ സമയത്ത് സ്വീകരിച്ചത്? അത് ഞാൻ ഇന്നലെ വായിച്ചങ്ങൾ കേട്ടില്ല. എന്ത് നിലപാടായിരുന്നു? ഇന്നലെ ആ പാരഗ്രാഫ് 4 വായിച്ചു നോക്ക്. അഫിഡാവിറ്റ് വായിച്ചു നോക്ക്. അഫിഡാവിറ്റ് വായിച്ചു നോക്ക്. അവരെ സംരക്ഷണതയോടുകൂടി പോലീസ് സംരക്ഷണത്തോടുകൂടി അത് സുപ്രീം കോടതി വിധിയല്ലേ? സുപ്രീം കോടതി സുപ്രീം കോടതി വിധിച്ചു. ഞാൻ പറയുന്ന ലളിതമായി നിങ്ങൾ കേൾക്ക്. സുപ്രീം കോടതി വിധിച്ചു. സുപ്രീം കോടതി വിധി ലോ ഓഫ് ദ ലാൻഡ് 141. അത് നടപ്പിലാക്കാൻ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഭരണഘടനാ ഉത്തരവാദിത്തമുള്ളവർ. സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഞങ്ങളുടെ വിധി ഒന്നും റിവ്യൂ ചെയ്യണം. അതേ സുപ്രീം കോടതി തന്നെ പറഞ്ഞു അങ്ങനെ റിവ്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ അധികാരമുണ്ടോ എന്നത് പോലും നോക്കണം.
അപ്പൊ അവരെ നോക്കി വരട്ടെ. ആ പ്രശ്നത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്ത്, ഞങ്ങളത് കോടതിയിൽ വയ്ക്കും. ഈ 7 പ്രശ്നങ്ങളിൽ അല്ല 7 പ്രശ്നങ്ങളിൽ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, അതിൽ ഓരോ പ്രശ്നവും നിങ്ങൾക്ക് മനസ്സിൽ 25, 26 എന്തൊക്കെ പറയാൻ പറ്റും? അല്ല 25, 26 ആർട്ടിക്കിൾ 25, 26 ഇത് തമ്മിലുള്ള ബന്ധം എന്ത്? സ്പെഷ്യൽ ഗ്രൂപ്പ് എന്ത്? ഇതിങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ? ഭരണഘടനാ വിദഗ്ധന്മാർ, ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനത്തുള്ളൂ. നിങ്ങളോട് എനിക്ക് ലളിതമായൊരു അഭ്യർത്ഥന ഉള്ളത്, സുപ്രീം കോടതി ഇപ്പൊ എന്താണ് പരിശോധിക്കുന്നത്? സുപ്രീം കോടതിക്ക് പോലും ഇങ്ങനെ പറയാൻ അധികാരമുണ്ടോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഒരു ഗവൺമെന്റ് ഇപ്പൊ തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് നിങ്ങളോട് പറയണം എന്ന് പറയുന്നതിന്റെ ഒരു യുക്തിരാഹിത്യം നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ചാൽ. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോ തുടർച്ചയുടെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ അവര് തുടർച്ചയായി ഒരു 1/4 നൂറ്റാണ്ടൊക്കെ MLA-മാരായിരുന്ന ആളുകൾ അവിടെ നിന്ന് മാറണം എന്ന അഭിപ്രായക്കാരുണ്ടോ ജനാധിപത്യത്തിന് വേണ്ടി? നിങ്ങളിപ്പോ അത് ഓരോ ദിവസം നിങ്ങൾ മാറ്റാണല്ലോ. ജനാധിപത്യത്തിന് തുടർച്ച അപകടമെന്ന് പറയുന്ന ആളുകൾ പ്രചരിപ്പിക്കുമ്പോ തുടർച്ചയായി MLA-മാരായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ മാറി നിന്നുകൊണ്ടാണോ ജനാധിപത്യത്തിന്റെ തുടർച്ചയെ ശക്തിപ്പെടുത്താൻ പോകുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നിലപാടുകൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ നിലപാടുണ്ടാവുമോ? ഏത് കാര്യത്തിനാണേലും അത് ഏത് നിലപാട് വേണ്ട? ഏത് കാര്യത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ടല്ലോ. സുപ്രീം കോടതി നിലപാടൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ട് അപ്പൊ ഞാൻ ചോദിക്കണതല്ല, നിങ്ങൾ എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ആദ്യം എന്തൊരു നീതികേടാ നിങ്ങൾ കാണിച്ചേ? പിണറായിക്കൊരു 10 കൊല്ലം മുമ്പ് നിങ്ങളൊരു ആഡംബര വീട് കൊടുക്കുക, എന്നിട്ട് പിണറായിക്ക് കട്ടിലിപ്പിടലേ നിങ്ങൾ കൊടുത്തുള്ളൂ. 10 കൊല്ലം മുമ്പല്ലേ നിങ്ങൾ പിണറായിക്ക് ഒരു ആഡംബര വീട് കൊടുത്തത്, അതിലേക്ക് ഒരു കട്ടിലിട്ട് കൊടുക്കാൻ നിങ്ങൾ എത്ര കാലം എടുത്തു? കമല ഇന്റർനാഷണൽ കൊടുത്തിട്ട് അങ്ങോട്ട് ഒരു ഇത് ഇപ്പോഴല്ലേ നിങ്ങൾ കൊടുക്കണേ? അല്ല ഞാൻ മനസ്സിലാക്കി, ഓഡിറ്റ് റിപ്പോർട്ടിലാണല്ലോ മുഖ്യമന്ത്രിക്ക് കട്ടിലുണ്ടെന്ന് എഴുതി വെച്ചത്. അല്ല അവര് ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കുമ്പോൾ ആർക്കും അറിയാലോ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പ്രസിഡന്റ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞല്ലോ എന്താണ് ഓഡിറ്റിന്റെ ക്രമം എന്ത്. അപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, പലരും ഇപ്പൊ ഇങ്ങനെ വീഴും എന്ന് വെച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി എന്നെ സംശയത്തിലാണ്. കോടതിക്ക് അധികാരമുണ്ടോ? അവർ വ്യക്തത വരുത്തട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക്